താമരശ്ശേരി താലൂക്ക് ആസ്പത്രിയിലെ ഡോക്ടർക്ക് വെട്ടേറ്റു. പ്രിയപ്പെട്ടവരെ, മനോജ് മാസ് ആക്രമിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച 9-കാരിയുടെ പിതാവ്. കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരുള്ള ഒരു സംസ്ഥാനം നമ്മുടേത്. ആ സംസ്ഥാനത്താണ് ഇതുപോലെ ഉള്ള സംഭവങ്ങൾ നടക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9-കാരിയുടെ പിതാവ് ആക്രമിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു. ദിവസങ്ങളിൽ വാർത്തകളിൽ മികച്ചു നിന്നതാണ് പാലക്കാട് ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഒരു പരിധി വരെ കുറച്ചു പേരൊക്കെ ക്ഷമിച്ചാലും മറ്റുള്ളവരൊക്കെ പിന്നെ ഡോക്ടർമാരെ എല്ലാം ആരെ ആക്രമിച്ചു പോകും. കാരണം സ്വന്തം മക്കളുടെ ജീവനോ ഇല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ ആളുടെ ജീവനൊക്കെ ഡോക്ടറുടെ അശ്രദ്ധ മൂലം നഷ്ടപ്പെടുമ്പോൾ ആരാണെങ്കിലും പ്രതികരിച്ചു പോകും. അതായത് ഇതുപോലുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഡോക്ടറാണേലും ആരോഗ്യ മേഖലയിലുള്ളവരാണേലും ശ്രദ്ധിക്കുകയുള്ളൂ. മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് ഡോക്ടറെ ആക്രമിച്ചതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? കാരണം നഷ്ടപ്പെട്ടത് അയാൾക്കാണ്. ചിലപ്പോൾ ഡോക്ടർ അത് കെയർഫുള്ളായി ചികിത്സിച്ചിരുന്നെങ്കിൽ അത് രക്ഷപ്പെട്ടേനെ. അപ്പോൾ കേരളം നമ്പർ 1 ആണെന്ന് പത്രത്താളുകളിൽ മാത്രമേ ഉള്ളൂ എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം.